ഹായ് ഫ്രണ്ട്സ്, പോക്കറി വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്നൊരു ചക്കക്കുരും ഉപ്പുമാങ്ങ വെച്ചുള്ള ഒരു കറി ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഇപ്പം നമ്മുടെ വീട്ടിലെല്ലായിടത്തും ചക്കക്കുരു അവൈലബിൾ ആണല്ലോ. ചക്കയൊക്കെ ഉള്ള സീസണല്ലോ, അപ്പോൾ ചക്കക്കുരു അവൈലബിൾ ആണ്. അപ്പം പിന്നെ നമ്മൾ തേങ്ങയും കറിവേപ്പിലയും ചുവന്നുള്ളി, പിന്നെ എടുത്തേക്കുന്നത് മാങ്ങയാണ് എടുത്തേക്കുന്നത്, ഉപ്പിലിട്ട മാങ്ങയാണ് എടുത്തേക്കുന്നത്. കാരണം ഇപ്പം നമ്മൾ ഓൾറെഡി മാങ്ങയൊക്കെ അവൈലബിൾ ആകുന്ന സീസണിൽ നമ്മൾ ഇട്ട് വെച്ചിരുന്നതാണ് ഉപ്പുമാങ്ങ. ഇത് വെച്ചിട്ട് നമുക്കൊരു സിമ്പിളായിട്ട് റെസിപ്പി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ചക്കക്കുരു വേവിക്കാൻ വേണ്ടിയിട്ട് ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമുക്ക് ഉപ്പുമാങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഏകദേശം നമ്മുടെ ചക്കക്കുരും ഉപ്പുമാങ്ങയൊക്കെ ഏകദേശം വെന്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഉപ്പുമാങ്ങയിൽ ഉപ്പുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. ആവശ്യമനുസരിച്ച് മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി. നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന അരപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ അരച്ച് നമ്മൾ അരപ്പ് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനകത്തേക്ക് നമുക്ക് കറിവേപ്പില എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചക്കക്കുരു മാങ്ങ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. നമുക്കിന് ആവശ്യത്തിനുള്ള ഉപ്പ് ഒന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഒരു ചീഞ്ചട്ടി എടുത്ത് നമുക്ക് കടുക് വറുത്ത് കൊടുക്കാം. എണ്ണ ഒഴിക്കുക. എണ്ണ ഏകദേശം ചൂടാകുമ്പോൾ നമുക്ക് കടുക് ഇടാം. കടുക് ഇട്ട് കൊടുക്കാം. നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ചുവന്നുള്ളി കറിവേപ്പില ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കടുക് താളിച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് അരപ്പൊക്കെ ഒഴിച്ച് കൊടുക്കുകയാണ്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ചക്കക്കുരും ഉപ്പുമാങ്ങ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും കൂടി അമർത്തിയേരെ. അപ്പോൾ നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇതുപോലെയുള്ള പുതിയ റെസിപ്പികളായിട്ട് നെക്സ്റ്റ് ഡേ കാണാം.